ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ദുഃഖ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകൾ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ആരെങ്കിലുമൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കും. ചില വാക്കുകൾ, ചില സംഭവങ്ങൾ. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം അത് വല്ലാത്ത ഒരു ദുഃഖമായിട്ടുള്ളിൽ കയറാം. ഹൃദയം തകരും. ആരെങ്കിലും നിങ്ങളെ ചതിച്ചു വല്ലാത്ത ഹൃദയം തകരുന്നൊരവസ്ഥയായിട്ട് മാറാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം, ഒരു ആക്സിഡന്റ് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പെട്ടു, അത് മുറിവായിട്ട് മാറാം. ഹൃദയം തകരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും സംഭവങ്ങൾ, അത് നിങ്ങളെ ആരെങ്കിലും ചതിച്ചതാവാം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു മരണം, ഏതെങ്കിലും ആക്സിഡന്റ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഹൃദയം തകരുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ട് പറയാണ്, അച്ഛാ ഇവക്ക് പഠിക്കാൻ താല്പര്യമില്ല. പഠിക്കാനല്ല അച്ഛാ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീടിനടുത്ത് നല്ല സ്കൂളാണ്, നല്ല 1ാം തര സ്കൂള്. അച്ഛാ നല്ല പണം മുടക്കിയാണ് ഞങ്ങൾ ഇവളെ പഠിപ്പിക്കുന്നത്, പക്ഷെ ഇവക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോൾക്ക് എന്താ പഠിക്കാൻ താല്പര്യമില്ലാത്ത? മോക്ക് പഠിക്കാൻ കഴിവുണ്ടല്ലോ. ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് പറയാണ്, അച്ഛാ എൻ്റെ ഡാഡി, എൻ്റെ അപ്പൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ഒരു പെണ്ണാണ്, നീ പഠിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാണ്, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അച്ഛാ പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കുമ്പോ എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പൻ പറഞ്ഞ വാക്കുകളാണ് കയറി വരുന്നത്. നീ ഒരു പെണ്ണാണ്, നിന്നെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, പഠിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാ. എൻ്റെ അച്ഛാ, എന്റെ തലയിൽ ഈ വാക്കുകൾ എന്നെ ഭരിക്കുന്നു. ഒറ്റപ്പെട്ട കേസല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ തളച്ചിടരുത്. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സുന്ദരമായ വചനം, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ഒരു സൗഖ്യത്തിന്റെ വചനമാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 4ഉം 5ഉം തിരുവചനം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും നൽകുന്നു, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നീ എനിക്ക് വിലപ്പെട്ടവൻ, വാല്യുബിൾ. നീ എനിക്ക് വിലപ്പെട്ടവൻ, വില. നിനക്കൊരു വിലയുണ്ടെന്ന്. ആരാ ഇത് പറയുന്നേ? നിന്നെ സൃഷ്ടിച്ച ദൈവം. ഒരുപക്ഷെ നിന്റെ വീട്ടുകാര് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് എന്തിനു കൊള്ളാടാ, ചുക്കിനും ചുണ്ണാമ്പിനും പോലും കൊള്ളിയാലല്ലോ, 10 പൈസയുടെ ഗുണമുണ്ടോ? നാട്ടുകാരും വീട്ടുകാരും നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നീ ഓർക്കണം, നിന്റെ വില നിശ്ചയിക്കുന്ന നാട്ടുകാരല്ല, വീട്ടുകാരല്ല, കൂട്ടുകാരല്ല, നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ കർത്താവ്. ആ ദൈവം നിന്നോട് പറയുന്നു, യു ആർ വാല്യുബിൾ. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരിയാണ്, പ്രിയങ്കരനാണ്, ബഹുമാനിതനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവള്, തലയ്ക്കകത്ത് അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ തലയ്ക്കകത്തേക്ക് ഈ വചനം ഒരു വൈദ്യുത തരംഗം പോലെ കടന്നു ചെല്ലുകയാണ്. ഈ പെൺകുട്ടി വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ കണ്ട കാഴ്ച, ഈ പെണ്ണിന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. ഈ വചനം പലതവണ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. വചനത്തിന്റെ ശക്തിയാൽ ഈ പെൺകുട്ടിക്ക് വലിയൊരു സൗഖ്യം കിട്ടുകയാണ്. അക്കാലം അത്രയും തലയ്ക്കകത്ത് അപ്പൻ പറഞ്ഞ മാത്രം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അവൾ ചിന്തിച്ചു, ഞാൻ അപ്പൻ പറഞ്ഞ ഈ നെഗറ്റീവ് ചിന്തയിലല്ല ഞാൻ എൻ്റെ ജീവിതം തളച്ചിടേണ്ടത്, മറിച്ച് എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും, കഴിവില്ലാത്തവനെന്ന് ഗുണമില്ലാത്തവനും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാവും. നീ ഓർക്കണം, നിന്റെ കഴിവും നിന്റെ ജീവിതവും നിശ്ചയിക്കുന്നത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, മറിച്ച് തമ്പുരാൻ കർത്താവാണ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പൊ അനേക തരത്തിലുള്ള ഇങ്ങനെയുള്ള ഓർമ്മകൾ, ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ചില സംഭവങ്ങൾ. കല്യാണപ്രായമായി എത്തിയിട്ടുള്ള പെൺകുട്ടി, അവള് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട,
കല്യാണം വേണ്ട. അപ്പനും അമ്മയ്ക്ക് ആകെ സങ്കടം. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പൊന്നുമോളെ നിനക്ക് എന്നാ പറ്റിയ, നിനക്ക് എന്താ കുഴപ്പം? അപ്പൊ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അച്ഛാ, എനിക്കൊരു പുരുഷനെയും വിശ്വാസം ഇല്ലച്ചാ. കാരണം കോളേജിൽ പഠിക്കുമ്പോ ഞാനൊരു ചെറുക്കനെ സ്നേഹിച്ചു, ഹൃദയം തുറന്ന് സ്നേഹിച്ചതാ. പക്ഷെ അവൻ എന്നെ ചതിച്ചു. അന്നത്തതോടുകൂടെ എന്റെ മനസ്സിൽ എല്ലാ പുരുഷന്മാരെയും കുറിച്ച് നെഗറ്റീവ്, ഒറ്റൊരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളിയലച്ച. ഞാൻ എന്തിനാ എന്റെ ജീവിതം കൊണ്ട് ഒരുത്തനും ജീവിതം അടിയറ വയ്ക്കുന്നത്? എനിക്ക് പറ്റത്തില്ലച്ചാ. അവളുടെ ഉള്ളില് കഴിഞ്ഞകാല ജീവിതത്തിലെ ചതിയുടെ ഓർമ്മ അവളെ വേട്ടയാടുകയാണ്. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച തെറ്റായ തീരുമാനങ്ങൾ, സംഭവങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ദാ സുന്ദരമായ വചനം, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കിട്ടിയ വചനം നമുക്കൊരു സൗഖ്യമാണ്. യെശയ്യായുടെ പ്രവചനം 54-ാം അധ്യായം 4-ാം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 4. നല്ല സുന്ദരമായ വചനം. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിൽ അപകീർത്തി നീ വിസ്മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ വചനത്തിന്റെ ശക്തി കണ്ടോ? വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, നീ വിസ്മരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ, എനിക്ക് തെറ്റുപറ്റി, അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തല്ലോ, ഓ ഭാഗ്യം കെട്ട അവസ്ഥ എന്നിങ്ങനെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതാ നിന്നെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, യൗവനത്തിലെ നിന്റെ ഇന്നലകളിലെ ദുഃഖകരമായ ഓർമ്മകളിൽ നീ തളച്ചിടരുത് ജീവിതം. നീ ഒരിക്കലും അപമാനിക്കപ്പെടുകയില്ല, ലജ്ജിക്കപ്പെടുകയില്ല. നീ ആ മേഖലകളിൽ വലിയൊരു സൗഖ്യം സ്വീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം വല്ലാണ്ട് ഭാരപ്പെട്ട് ഇവിടെ വന്നൊരു സഹോദരിയെ ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവർ, ഈ സഹോദരി ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ മാസങ്ങളേറെ കഴിഞ്ഞു. ഇപ്പോഴും ഈ സഹോദരിക്ക് ഒരു ശരീരത്തിന് തന്നെ ഒരു ബലമില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. ജീവിത പങ്കാളിയുടെ മരണം, അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ഏൽപ്പിച്ച ആഘാതം, ഹൃദയം തകരുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരുടെ മരണം അത് ജീവിത പങ്കാളിയുടെ തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒരു മരണം, അതോടുകൂടി തന്നെ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയി പോകുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആക്സിഡന്റ് നിങ്ങൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതായിട്ടുള്ളത്, അതോടുകൂടി ഷോക്കിംഗ് എക്സ്പീരിയൻസ്. എനിക്ക് പരിചയമുള്ള ഒരു ഡ്രൈവർ, മിടുക്കനായ ഡ്രൈവറാണ്. പക്ഷെ ഇവന് ഒരു ആക്സിഡന്റ് ഇവന്റെ തൊട്ടു മുമ്പിൽ കണ്ടു. വാഹനാപകടത്തില് ഒരു ബൈക്ക് ആക്സിഡന്റ് കണ്ടു. ആ ബൈക്കിൽ ഇരുന്നവൻ തെറിച്ച് ഇവൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ മുമ്പിലേക്കാണ് വീണത്. അന്നത്തെ ദിവസം ആ ഒരു ആഘാതം, ഇവൻ ഈ വണ്ടിക്കകത്തിരിക്കുമായിരുന്നു, ഇവന്റെ ഉള്ളിലാണ് ചെന്നത് ഈ വിഷമം, ഈ സങ്കടം, ഈ ഭാരം. രക്തം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്ന കണ്ടു. അന്ന് ഇവന്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അവന് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. അവന്റെ ഉള്ളിലേക്ക് ആ വിഷമം അങ്ങോട്ട് കയറി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ എന്റെയും നിന്റെയും ജീവിത അവസ്ഥ, തമ്പുരാൻ കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ സൗഖ്യമാണ്. ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിന്റെ പേഴ്സണാലിറ്റി, നിന്റെ സ്വഭാവ രീതികളെ കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ തലം, ഹൃദയം തകരുന്ന അവസ്ഥ. മൂന്നാമത്തെ തലം എന്നാന്നറിയോ? സഫലമാകാത്ത സ്വപ്നങ്ങൾ, സഫലമാകാത്ത ആഗ്രഹങ്ങൾ, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ചെറുപ്പത്തില് ആഗ്രഹം, എനിക്ക് ഇന്നതാകണം, ആകാൻ പറ്റിയില്ല, ആകാൻ പറ്റാത്തതിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ഭാരം. എനിക്ക് പരിചയമുള്ളൊരു നേഴ്സുണ്ട്. ഈ പെൺകുട്ടിയുടെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണമെന്നായിരുന്നു. പക്ഷേ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയൊന്നും അതിന് അനുവദിച്ചില്ല. അവസാനം നേഴ്സായി. പക്ഷെ ഇവളുടെ ഒരു കുഴപ്പം എന്നാന്നറിയോ? ഇവൾക്ക് ഡോക്ടറിനെ കാണുമ്പോ, ഡോക്ടർമാരെ കാണുമ്പോ ഇവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത.
ആശുപത്രി പിന്നെ നേഴ്സ് ഡോക്ടറിന്റെ കൂട്ടത്തിലല്ലേ ജോലി ചെയ്യണ്ടേ, അതല്ലേ ഉള്ളൂ. പക്ഷെ ഇവള് പറയാ, അച്ഛാ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത, കാരണം എനിക്കാകാൻ പറ്റിയില്ല. ഇതിന് ഡോക്ടറിന്റെ നേഴ്സിന്റെ ചരിത്രമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്നവരെ കുടുംബങ്ങളിൽ ശ്രദ്ധിച്ചോ. ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോ ഭാര്യ പറയാ, അച്ഛാ ദേ എന്റെ ഈ ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കണം അച്ഛാ. ഞാൻ ചോദിച്ചു, എങ്ങനെ മാറ്റിയെടുക്കും? മാർക്കറ്റിൽ പോയിട്ടൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ അച്ഛാ. അച്ഛൻ തമാശ പറയാതെ അച്ഛാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, എന്റെ ഈ ഭർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കണം അച്ഛാ. ഈ കാലഘട്ടത്തിന് യോജിച്ച ഭർത്താവായി എന്റെ ഭർത്താവിനെ മാറ്റണം. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല അച്ഛാ. അച്ഛാ കാലം മാറി, ഇപ്പൊ ന്യൂജൻ അല്ലേ, ന്യൂജൻ. എന്റെ ഭർത്താവിന് ഒരു ന്യൂ ജനറേഷൻ മോഡലാക്കി തീർക്കണം. ഞാൻ പറഞ്ഞു, അല്പം കൂടെ ചേച്ചി ഒന്ന് വിശദീകരിക്ക്. അച്ഛാ ഈ ചേട്ടൻ പാൻറ് ഇടൂല, മുണ്ട് മാത്രമേ എടുക്കുള്ളൂ. അച്ഛൻ നമുക്ക് ഈ ചേട്ടനെ പാൻറ് ഇടിക്കണം, നല്ല ടീഷർട്ട് ഇടിക്കണം. പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ അതിന് നോക്കി, ഇതെങ്ങനെ ഇടിക്കും. എന്നിട്ട് ഈ ഭാര്യ എന്നോട് പറഞ്ഞു, അത് മാത്രമല്ല അച്ഛാ, എൻ്റെ ഉള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. അച്ഛനറിയോ, ഞാൻ ഒരു പേപ്പറും പേനയും കൂടെ കൊടുത്ത് ഒന്ന് എഴുതിക്കേ, വെറുതെ ഒന്ന് അറിയാൻ. ഞാൻ നോക്കുമ്പോ A4 സൈസ് പേപ്പറിന്റെ ഒരു വശം മുഴുവൻ എഴുതി കഴിഞ്ഞു. എന്നിട്ട് എന്റെ മുമ്പിലോട്ട് നീക്കിയിട്ട് പറഞ്ഞു, തൽക്കാലം ഇത്രയും മതിയെന്ന്. ഞാൻ വായിച്ചു നോക്കി, ദൈവമേ, എൻ്റെ ഭർത്താവ് ഇത്ര പൊക്കം ഉണ്ടായിരിക്കണം, ഇത്ര വണ്ണം ഉണ്ടായിരിക്കണം, ഇത്ര കട്ടി മീശ ഉണ്ടായിരിക്കണം. ഞാൻ അതിയാനെ നോക്കി. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ തലമുടിയൊക്കെ പോയി, ആകപ്പാടെ ഒരു മനുഷ്യൻ മുണ്ട് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകണം. കേൾക്കണം കേട്ടോ, വല്ലപ്പോഴും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ്. എൻ്റെ ഭർത്താവ് റൊമാൻറ്റിക് ആയിരിക്കണം. ഈ പെണ്ണിനോട് പറയാണ്, അച്ഛാ ദേ ഇതുപോലെ ആക്കി എൻ്റെ ഭർത്താവിനെ മാറ്റണം, അച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചേ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരിയുടെ ഒരു കുഴപ്പം ഞാൻ പറയട്ടെ. അപ്പൊ ഈ സഹോദരി, എന്നാ കുഴപ്പം? സഹോദരി, നിങ്ങൾക്കിപ്പോ 2 ഭർത്താക്കന്മാരുണ്ട്, ഇത് ശരിയാകത്തില്ല. അച്ഛൻ എന്നതാ പറയണേ? ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരൊറ്റ മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, പിന്നെ അച്ഛൻ എന്താ ആവശ്യമാ പറയണേ? അല്ലെന്ന് 2 ഭർത്താവുണ്ട്. ഏതാ ഈ 2 എണ്ണം? ഏതാ ചേട്ടാ 2 എണ്ണം? ഒന്ന് പേപ്പറിലുള്ളത്, മറ്റേതേതാ ഒറിജിനൽ അവിടെ ഇരിക്കുന്നത്? പേപ്പറിലുള്ളത് സ്വപ്നം. എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു ജീവിത പങ്കാളി, ഇങ്ങനെ ഒരു ജീവിത പങ്കാളി. ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോ, ഓ ദൈവമേ, എപ്പോഴാണോ ഈ വീട്ടിലോട്ട് വരാൻ തോന്നിയതല്ലേ? എത്ര പേരെ ഞാൻ കണ്ടതാ. എന്നാലും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ പിന്നെ എങ്ങനെയാ? ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ അസ്വസ്ഥയാണെന്ന്. ഞാൻ സ്വപ്നം കണ്ടത് ഇങ്ങനത്തെ ഒരാളെയൊന്നുമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനത്തെ ഒരാളെയൊന്നുമല്ല. 24 മണിക്കൂർ ഇതിങ്ങനെ തികട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വപ്നത്തിലുള്ള ജീവിത പങ്കാളിനെ പോലെ ആക്കാൻ ഇപ്പോൾ ഉള്ളതിനെ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആദ്യം പേപ്പറിലുള്ളതിനെ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ഒറിജിനലിനെ കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു. 24 മണിക്കൂറും പിന്നെ ഇതങ്ങനെ ആക്കാൻ ശ്രമിക്കല്ലേ, നടക്കില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ യുദ്ധം അതല്ലേ? നിന്റെ സ്വപ്നത്തിനനുസരിച്ച് ആക്കി തീർക്കാൻ നീ കടന്ന് ശ്രമിക്കുന്ന ശ്രമം, അവിടെയാ പരാജയം. നിന്റെ ജീവിത പങ്കാളി ഒരു വ്യക്തിയാണ്, നിന്റെ മകൾ ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടെ സ്വഭാവങ്ങൾ, രീതികളുമുണ്ട്. ഈ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, നിന്റെ ഉള്ളിലുള്ളത് പോലെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആകുമോ? പരാജയം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ഈ 3 തലങ്ങളിലാണ് ഹൃദയം തകരുന്ന അവസ്ഥയെങ്കിൽ ചോദ്യം, ഇതെങ്ങനെ സുഖപ്പെടും? അതിന് 3 വഴികൾ വചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്നു. ഒന്നാമത്തത്, യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടുന്ന അവസ്ഥ. ഓ ജീസസ്, വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്. ജീസസ്, യേശുവേ നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. തിരുരക്തത്താൽ കഴുകപ്പെടുക സൗഖ്യം കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ അനുഭവങ്ങളെ ഈശോയുടെ മുമ്പിൽ വെച്ചിട്ട്, ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകണമേ. ആരെങ്കിലും പറഞ്ഞൊരു വാക്ക്, അല്ലെങ്കിൽ നിന്റെ ചെറുപ്പത്തിൽ കിട്ടാതെ, എന്റെ അപ്പന്റെ സ്നേഹം കിട്ടിയില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു, പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ജീവിതമില്ല. ഈശോയോട് പറയണം, ഈശോയെ തിരുരക്തത്താൽ ഈ സംഭവത്തെ കഴുകണമേ.
ഈശോയെ തിരുരക്തത്താൽ എനിക്കുണ്ടായ ഈ ദുഃഖത്തെ കഴുകണമേ, ഈശോയെ തിരുരക്തത്താൽ ഈ വാക്കുകളെ കഴുകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് സൗഖ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, അനുഭവിക്കും. ഒറ്റ ദിവസമല്ല ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുക. ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് ഫോർമേഷൻ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ഈശോയെ തിരുരക്തത്താൽ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ വഴി വചനം വായിച്ച്, വിശുദ്ധ ഗ്രന്ഥം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ വചനത്താൽ സൗഖ്യം. വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് സൗഖ്യം നമ്മളിൽ വ്യാപരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഏതെങ്കിലും കഴിഞ്ഞകാല സംഭവങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു കൊച്ചധ്യായം ഏശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 43. ഒരു കുഞ്ഞധ്യായാണ്. സമയമെടുത്ത് സാവകാശം ഒന്ന് വായിക്കണം. ഓരോ വചനവും സൗഖ്യത്തിന്റെ വചനമാണ്. അതിശക്തമായി നമ്മിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മൂന്നാമത്തെ വഴി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. എപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരണമേ. അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി സംഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരും. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തും. നമ്മുടെ സ്വഭാവത്തിലെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് സൗഖ്യം വെച്ചു തരും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഈശോയെ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ, ഈശോയെ ഈശോയെ അങ്ങേ ഹൃദയത്തിൽ എന്നെ ചേർക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഈശോയോട് പറ, ഈശോയെ ഇതെന്നിൽ സംഭവിക്കട്ടെ. എന്റെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ വൈകല്യങ്ങളുണ്ട്, സ്നേഹം കിട്ടാതെ പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഇന്നലകളിൽ ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട്, സബലമാകാത്ത കുറെ സ്വപ്നങ്ങളുണ്ട്. ഈശോയെ ഈശോയെ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്നൊന്ന് പാടിക്കേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, ഈശോ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ യേശുവേ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്ക് എന്റെ ഈശോ, എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവന ഈശോ. പഠിക്കുന്നവരും എല്ലാം എല്ലാം എനിക്ക് എന്റെ ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. നീ ജനിച്ച നിന്റെ വീട്, നിന്റെ അന്തരീക്ഷം നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കളുടെ സ്വപ്നം എന്തായിരുന്നു? ഒരുപക്ഷെ ഒരു ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ പെൺകുഞ്ഞ് ജനിച്ചതും, പെൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചപ്പോൾ ആൺകുഞ്ഞ് ജനിച്ചതുമെല്ലാം ആ കുടുംബത്തിൽ വല്ലാത്തൊരു ഭാരമുണ്ടാക്കിയിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളെ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഈ ഭൂമിയിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ കർത്താവ് എന്നെ അറിഞ്ഞതാ, കർത്താവ് എന്നെ വിളിച്ചതാ. ജെറമിയായുടെ പ്രവചനം 1-ാം അധ്യായം 5-ാം വചനം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാനൊരു അബദ്ധമല്ല, എന്റെ കുടുംബത്തിൽ ഞാനൊരു അബദ്ധമല്ല, മറിച്ച് കർത്താവേ അങ്ങൊരുക്കിയൊരു സമ്മാനമാണ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആ ബാല്യകാല അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്ക്.
ഒരുപക്ഷെ വേണ്ടത്ര സ്നേഹം കിട്ടിയില്ല, പരിഗണന കിട്ടിയില്ല, മറ്റു മക്കളോട് കൊടുത്ത സ്നേഹമൊന്നും എനിക്ക് കിട്ടിയില്ല. എന്നെ എപ്പോഴും മാറ്റി നിർത്തി, കഴിവില്ലാത്തവനെന്നും ഗുണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി, ഒറ്റപ്പെടുത്തി. ആ ബാല്യകാല അനുഭവങ്ങൾ മനസ്സിലോർത്ത് ഈശോയോട് പറ, ഈശോയെ, എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞു ഹൃദയം പല പല സംഭവങ്ങളുടെ മുമ്പിൽ തേങ്ങിയിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്. ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ. ഈശോയുടെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ജന്മനാളിൽ ശൈശവദശയിൽ പ്രിയരിൽ നിന്നും വെറുപ്പാനേ യേശുവേ, ജന്മനാളിൽ ശൈശവദശയിൽ പ്രിയരിൽ നിന്നും വെറുപ്പാനേ ഇളം മനസ്സിളകി കരഞ്ഞ എന്നെ തഴുകി സൗഖ്യം നൽകിയിടണേ. യേശുവേ, ഇളം മനസ്സിളകി കരഞ്ഞ എന്നെ തഴുകി സൗഖ്യം നൽകി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ വായിക്കണമേ. മായ്ക്കൂ ദൈവപിതാവേ. യേശുവേ, കുരിശിൽ ചൊരിഞ്ഞ രക്തം രക്തം എന്നെ സുഖമാക്കട്ടെ. സുഖമാക്കിയിടട്ടെ. ഈശോ, സുഖമാക്കിയിടട്ടെ. യേശുവേ, മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവപിതാവേ. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ വായിക്കണം കർത്താവേ. മായ്ക്കൂ ദൈവപിതാവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഈശോ, Jesus, heal me, Lord. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഇതാ നിന്നെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ, നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഈശോയെ, ചില സമയങ്ങളിൽ എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം മനസ്സിലാവണില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല കർത്താവേ. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ഉള്ളിൽ കടന്നു വന്ന ചില മുറിവുകളാണ് എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശോയെ, എന്നെ സുഖപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്കൂൾ പഠന കാലഘട്ടം, യൗവന കാലഘട്ടം, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. ഒരുപക്ഷെ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത വണ്ണം ചില കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ സംഭവിച്ചവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ളവര് ഏൽപ്പിച്ച കുറെ ദ്രോഹങ്ങൾ, ജീവിതത്തിൽ മനസാവാച വിചാരിക്കാത്ത ചില സംഭവങ്ങളിലൊക്കെ പെട്ടത്, ചില ദുശീലങ്ങളൊക്കെ വളർന്നത്, ചില കാര്യങ്ങൾ കണ്ടും കേട്ടും അതിൽ നിന്ന് പഠിച്ചത്, ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചത്, വഴിതെറ്റിയുള്ള ജീവിതയാത്രയൊക്കെ ഒന്ന് ചിന്തിച്ച് ഈശോയെ, ഈ അൾത്താരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവേ. നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവേ. ഈ ആരാധനയുടെ മുമ്പിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ വിവാഹം കഴിച്ചിട്ട് ആഗ്രഹിച്ചൊരു ജീവിത പങ്കാളിയല്ല, എന്റെ സ്വപ്നത്തിന് ഇണങ്ങാത്തൊരു ജീവിത പങ്കാളിയാണിത് എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. മക്കളെക്കുറിച്ച് വല്ലാണ്ട് നിരാശയോടെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊന്നും ഒരു ജീവിതം അല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പരാതിപ്പെടുന്നവരുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണമേൽപ്പിച്ച ആഘാതം താങ്ങാനാവാതെ കരയുന്നവരുണ്ട്. ചില അനുഭവങ്ങൾ ഇങ്ങനെ പുറകോട്ട് വലിക്കുക, ജീവിക്കാൻ അങ്ങോട്ട് പറ്റണില്ല, വല്ലാതെ വാടിപ്പോകുന്ന അവസ്ഥ. ഈശോയെ, ഈ അൾത്താരുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ ഹൃദയം അറിയുന്ന കർത്താവേ, എന്റെ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ. ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആരുടെ മുമ്പിൽ പോകും കർത്താവേ? ഈശോയെ, നിനക്ക് മാത്രമല്ലേ എന്നെ അറിയൂ. ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം
കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ, നീ എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഹൃദയത്തിന്റെ എല്ലാ സങ്കടങ്ങളും അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും, ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. നീ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ടെന്ന്. നീ നിന്റെ സ്വഭാവ രീതികള്, നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ഓരോ അനുഭവങ്ങളും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി നൽകും. നിനക്കെവിടെയാ താളം തെറ്റിയത്? നീ എനക്കെവിടെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തത്? എവിടെയാ നിനക്ക് ജീവിതത്തിൽ നിരാശപ്പെട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നത്? ഈശോ നിന്നോട് പറയുക, മകനെ മകളെ, നീ പുറത്തേക്ക് വാ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-ഉം 19-ഉം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു. അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? മരുഭൂമിയിൽ നദികളും വിജനദേശത്തൊരു പാതയും നിനക്ക് വേണ്ടി സൃഷ്ടിക്കും. അതെ, കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് ഭാരപ്പെടേണ്ടെന്ന് കർത്താവിത പുതുക്കി പണിയുന്നു. കർത്താവിത പുതുക്കി പണിയുന്നു. നിനക്ക് എത്ര വയസ്സുണ്ടെങ്കിലും, ഒരുപക്ഷെ ഇനി നിനക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിലും, നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് നീ ഇനി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണ്ടെന്ന്, മറിച്ച് ഒരു ദിവസം ജീവിക്കുന്നുള്ളെങ്കിൽ ആ ദിവസം അന്തസ്സോടുകൂടെ ജീവിക്കാൻ, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സൗഖ്യം പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അനേകരിലേക്ക് ചേർക്കപ്പെടുകയാണ്. കർത്താവ് അനേകരുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ബലം കൊടുക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കുന്നുണ്ട്. ഈശോ അനേകരിങ്ങനെ ചേർത്ത് പിടിക്കുക. വലിയ ശക്തി, കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഒഴുകപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എന്ന് വിളിക്കണം. ഈശോയെ എന്ന് വിളിക്കുമ്പോ കരയണം. നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുള്ളി അത് അനുഗ്രഹത്തിന്റെ കണ്ണുനീരാണ്. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞകാല ഓർമ്മകള്, ദുഃഖകരമായ അനുഭവങ്ങള് ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോ സുഖപ്പെടുത്തുന്നു. അതിശക്തമായ സൗഖ്യമൊഴുകുന്നു. ഓർത്തോർത്ത് കരയുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയെ കർത്താവ് തൊടുന്നു. പ്രിയപ്പെട്ട ആളുടെ മരണത്തിന് ശേഷം ജീവിക്കണ്ടെന്ന് പോലും ചിന്തയുള്ള ഒരു വ്യക്തിയെ കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ആരാധന, ആരാധന. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും മറ്റുള്ളവർ എന്നെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞല്ലോ എന്നിങ്ങനെ വീർപ്പ് മുട്ടുന്ന ഒരു സ്ത്രീ കർത്താവ് ആ സഹോദരിയെ തൊടുന്നു. ഈശോയുടെ സൗഖ്യമൊഴുകുന്നു. ചെറുപ്പകാലത്തിലെ മുറിവുകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവ് സുഖപ്പെടുത്തുന്നു. സ്വന്തം സഹോദരനോട് വർഷങ്ങളായിട്ട് മിണ്ടാത്തതാ ഈ വ്യക്തിയോട് കർത്താവ് പറയുന്നു, പിണക്കം മറന്ന് സ്നേഹം വേണം. സ്നേഹം ഒഴുകട്ടെ. സ്നേഹം ഒഴുകട്ടെ. നെഞ്ചില് ഒരു പാറക്കല്ല് ചുമന്ന് കിടക്കുന്ന പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ചുമന്നോണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഭാരം മാറ്റി സ്വസ്ഥത കൊടുക്കുന്നു. ശരീരം ഭാരം മാറ്റുന്നു. ഈശോ സുഖപ്പെടുത്തുന്നു. ശക്തമായ തലവേദന അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് തൊടുന്നു. ഈശോയുടെ സൗഖ്യം ഒഴുകപ്പെടുത്തെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ വലത് കൈക്ക് കർത്താവ് ശക്തി നൽകുന്നു. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ഓ ജീസസ്, we claim mighty anointing, mighty healing touch right now, mighty healing touch right now. Thank you Lord. Hallelujah. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് കർത്താവേ, ഈ ആരാധനയുടെ മുമ്പിൽ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വ്യക്തിയുടെ മനസ്സിന്റെ ഭാരം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവേ, എന്ത് തന്നെയാണെങ്കിലും കർത്താവ് ഈ വ്യക്തിയെ ഒന്ന് സുഖപ്പെടുത്തണേ. കർത്താവ് ഈ വ്യക്തിയെ സുഖപ്പെടുത്തണമേ. കർത്താവ് ഈ വ്യക്തിയെ തൊടണമേ. പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ക്യാൻസർ ആണോ എന്ന് വലിയൊരു ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, പേടിക്കണ്ട കേട്ടോ. കർത്താവ് സഹോദരിയുടെ കൂടെയുണ്ട്. ഭാരപ്പെടണ്ടെന്ന്, ഭാരപ്പെടണ്ടെന്ന് കർത്താവ് കൂടെയുണ്ട്. വിശ്വസിച്ചോ. നിന്റെ ഹൃദയം കർത്താവിന് അറിയാം. വിട്ടുകൊടുക്കല്ലേ, വിട്ടുകൊടുക്കല്ലേ. സമർപ്പിച്ച് പ്രാർത്ഥിച്ചോണം. എതിർചിന്തകളും
നെഗറ്റീവ് ചിന്തകളും വരുമ്പോൾ അതിന് വിട്ടുകൊടുക്കരുത്, സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു അഡ്മിഷനോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, കർത്താവ് ആ ഭാരത്തെ ഏറ്റെടുക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കുടുകുടാ കണ്ണുനീര് കർത്താവ് ദാ ചേർത്ത് പിടിക്കുന്നു. ദൈവത്തിന്റെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിച്ചോണം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കപ്പെടാതെ പോയ സ്നേഹമാവട്ടെ, കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഃഖമാവട്ടെ, ഭാരമാവട്ടെ, ഇതൊന്നും ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ കയ്യിലും വെച്ചിട്ടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് തോന്നും, എനിക്ക് കിട്ടാതെ പോയ സ്നേഹം ഇന്നയാളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം തേടി പോകാൻ നമുക്ക് തോന്നും. എന്നാൽ ശരിയായ സ്നേഹം ഈശോയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വസിക്കണം, എൻ്റെ ഹൃദയം തകർന്ന അവസ്ഥ ഈശോയ്ക്ക് മാത്രമേ ശരിയാക്കാൻ പറ്റൂ. ഈശോയിലാണ് എൻ്റെ ആശ്രയം, ഈശോയുടെ സ്നേഹത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹെബ്രായ ലേഖനം 13:8, ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരുവൻ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന